ഇനി എഫ് ഓഫ് എക്സിയുടെ റൂട്ട് 9 - x², അതുപോലെ എഫ് ഓഫ് എക്സിയുടെ റൂട്ട് x² - 9, ഈ രണ്ടെണ്ണത്തിന് റേഞ്ച് എന്താ വരെ നോക്കി നോക്കാം. ഓക്കെ, നമുക്കിതിൻ്റെ ഡൊമൈൻ കിട്ടിയിട്ടുണ്ട്. -5 അല്ല, -3 മുതൽ 3 വരെ അല്ലേ. അപ്പോൾ ഈ എക്സ് വാല്യൂസ് കൊടുക്കുമ്പോൾ റൂട്ട് 9 - x² എന്താവും എന്നുള്ളതാണ് വേണ്ടത്. അപ്പോൾ ഇതൊന്നും സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല. നമുക്ക് ഒരു ജനറലായിട്ടൊരു കാര്യം പറഞ്ഞു തരാം, പക്ഷേ അത് അപ്ലിക്കബിൾ അല്ലാത്തൊരു സിറ്റുവേഷൻസും ഉണ്ട്. എന്നാലും മോസ്റ്റ് കേസസ് നമുക്ക് അത് അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ തന്ന ഫംഗ്ഷനിൽ x² ഉണ്ടെങ്കിൽ അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ x² പ്രത്യേകത എന്താ? x² എപ്പോഴും എന്തായിരിക്കും? 0 കൂടുതലായിരിക്കും. സ്ക്വയേഴ്സ് എല്ലാം 0 കൂടുതലായിരിക്കും, നമുക്കറിയാലോ. ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. റൂട്ട് 9 - x² എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് വേണ്ടത്. അപ്പോൾ x² സ്റ്റാർട്ട് ചെയ്യാം. x² എപ്പോഴും ഗ്രേറ്റർ നമുക്ക് 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ -x² എന്ത് സംഭവിക്കും? രണ്ടിടത്തും ഞാൻ മൈനസ് കൊടുത്തു തരുന്നത്. -x² -0. മൈനസ് കൊടുക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ലീനിയർ ഇനീക്വാലിറ്റീസ് തലതിരിച്ചിടണം. ഓക്കെ, ഇനി അടുത്ത് ഞാൻ 9 കൊടുക്കാം രണ്ട് സൈഡിലും. അപ്പോൾ 9 - x² ≤ 9 - 0 എന്നാവും. ഓക്കെ, അതായത് 9 - x² ≤ 9 എന്ന് വരും. ഇപ്പോഴും നമ്മുടെ ഫംഗ്ഷൻ ആയില്ലല്ലോ. റൂട്ട് 9 - x² എന്താവും? അപ്പോൾ റൂട്ട് 9 - x² ≤ റൂട്ട് 9 എന്നാവും. ഓക്കെ, ഫൈനൽ സ്റ്റെപ്പ് റൂട്ട് 9 - x² ≤ 3. ഓക്കെ, അപ്പോൾ 3നേക്കാൾ കുറവായിരിക്കും നമ്മുടെ ഫംഗ്ഷൻ വാല്യൂസ് എന്ന് വിചാരിച്ചിട്ട് -∞ മുതൽ എടുക്കാൻ പറ്റുമോ? ഇല്ല. ഒരു അഡീഷണൽ കാര്യം കൂടെ അറിയണം. റൂട്ട് എക്സിന് നമ്മൾ എടുക്കുന്ന വാല്യൂസ് എപ്പോഴും 0നേക്കാൾ കൂടുതലായിരിക്കും, റൂട്ട് വാല്യൂസേ. ഓക്കെ, അപ്പോൾ ഈ വാല്യൂ ഒരിക്കലും 0നും താഴെ പോകരുത്. ഈ ഒരു സ്റ്റെപ്പിൽ, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്റ്റെപ്പിൽ തന്നെ എഴുതണം. 0 മുതൽ റൂട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 0 മുതലേ പാടുള്ളൂ നമ്മുടെ വാല്യൂസ്, ഔട്ട്പുട്ടായിട്ട് വരുന്ന വാല്യൂസ്. അതായത് 0 മുതൽ 3 വരെ ആയിരിക്കും നമ്മുടെ ഫംഗ്ഷൻ വാല്യൂസായിട്ട് കിട്ടുക. ചുരുക്കി പറഞ്ഞാൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ 0 മുതൽ 3 വരെ. അതെന്താണ്? 0 മുതൽ 3 വരെയുള്ള ക്ലോസ്ഡ് ഇൻ്റർവെൽ. എങ്ങനെ പെട്ടെന്ന് കാണാതെ എഴുതാം, ഒറ്റ സ്റ്റെപ്പിൽ തന്നെ എഴുതാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനത്തെ ഫംഗ്ഷൻസിന് ജനറലായിട്ട് പറയുക എങ്ങനെയാണെന്നുള്ളത് ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഇനി എഫ് ഓഫ് എക്സുകൾ റൂട്ട് x² - 9, ഇതും അതെ, എല്ലാവർക്കും കൊണ്ട് ഗ്രഹിക്കാൻ കഴിഞ്ഞോളുന്നില്ല, എന്നാലും മനസ്സിലാവുമോ നോക്കി നോക്കും. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ x² ഉണ്ടല്ലോ, ഇവിടെ നമുക്ക് റേഞ്ച് കാണാൻ x² > 0 സ്റ്റാർട്ട് ചെയ്യാം. ഇനി രണ്ടിടത്തും -9 അപ്ലൈ ചെയ്യാം. അതായത് x² അവിടെയും -9 > 0 - 9. അപ്പോൾ എന്താ വരിക? x² - 9 > -9 എന്ന് വരും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഇനി റൂട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമോ രണ്ടിടത്തും? കാരണം ഇവിടെ -9 അല്ലേ, റൂട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, റൂട്ട് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ x² - 9ൻ്റെ വാല്യൂ -9നേക്കാൾ കൂടുതലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ -9നേക്കാൾ എത്ര വേണമെങ്കിലും കൂടുതലാവാം. അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ ഇങ്ങനൊരു ഉടായ്പ് എന്ന് പറയാം. -9നേക്കാൾ കൂടുതലാണെങ്കിൽ 0നേക്കാൾ കൂടുതലായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ ഇങ്ങനെ എഴുതി. ഈ ഒരു പോയിന്റിലാണ് കുട്ടികൾ സ്റ്റക്കായി പോകുക. ഈശ്വര, ഇതിപ്പോൾ -9 എങ്ങനെ പെട്ടെന്ന് 0 ആയെന്നൊക്കെ കൺഫ്യൂഷൻ വരാം. പക്ഷേ ഇത് മാത്സിലെ കൺസെപ്റ്റാണ്. -9ൽ നമുക്ക് എന്തായാലും റൂട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 0 മുതൽ നമുക്ക് റൂട്ട് അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് റൂട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് x² - 9 ഈസ് > 0. മീനിങ് ഇതാണ്, 0നേക്കാൾ വലിയ ഏത് വാല്യൂ റൂട്ട് x² - 9 കിട്ടാം. എന്തായിരിക്കും റേഞ്ച്? 0നേക്കാൾ വലിയ ഏത് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഏത് വാല്യൂ റേഞ്ചായിട്ട് വരാം. ഓക്കെ, ഇതിൻ്റെ റേഞ്ച് 0 to ∞ ആണ്. ഇതിൻ്റെ റേഞ്ച് 0 to 3 ആണ്. ഇനി പൊതുവായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ കാണിച്ചു തരാം. റൂട്ട് 9 - x² പകരം റൂട്ട് 25 - x² ആണെങ്കിൽ അതിൻ്റെ റേഞ്ച് വരിക 0 മുതൽ 5 വരെ ആയിരിക്കും. 5 എങ്ങനെ വന്നെന്നുള്ള ഗസ് ചെയ്യാലോ, 25ൻ്റെ റൂട്ടാണ്. റൂട്ട് 100 - x² ആണെങ്കിൽ അതിൻ്റെ റേഞ്ച് 0 മുതൽ 5 അല്ല, 0 മുതൽ 10 വരെ ആയിരിക്കും. 10 എങ്ങനെ വന്നെന്നുള്ള അറിയാലോ, 100ൻ്റെ റൂട്ട്. അങ്ങനെയാണെങ്കിൽ ഒന്ന് ഗസ് ചെയ്ത് നോക്കൂ, റൂട്ട് 64 - x² റേഞ്ച് എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഗസ് ചെയ്യാം. ഓക്കെ, എന്താ വരിക എന്നുള്ളത് കത്തിയവർക്ക്. ശരി, അതുപോലെ ഇതാണെങ്കിൽ ഈ രൂപത്തിൽ റൂട്ട് x² - 9 പകരം റൂട്ട് x² - 25 വന്നു കഴിഞ്ഞാൽ റേഞ്ച് 0 ∞ ആയിരിക്കും. റൂട്ട് x² - 100 ആണെങ്കിലും റേഞ്ച് 0 ∞ ആയിരിക്കും.
റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് 64 ആണെങ്കിലും റേഞ്ച് 0 ഇൻഫിനിറ്റി ആയിരിക്കും. കാര്യം മനസ്സിലായല്ലോ. ഈ രൂപത്തിൽ എങ്ങനെ ഫംഗ്ഷൻ വന്നാലും റേഞ്ച് 0 ഇൻഫിനിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊന്നും പരീക്ഷകളൊന്നും എഴുതാൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ദയവ് നിങ്ങൾ ഈ ഫൈനൽ ആൻസറെങ്കിലും തെറ്റാതെ എഴുതി കൊടുക്കുക. പറ്റുകയാണെങ്കിൽ ഇങ്ങനെ 1-2 സ്റ്റെപ്പുകളും കൂടെ എഴുതി കൊടുത്തോളുണ്ടു. ഓക്കെ, ഈ രണ്ട് ഫംഗ്ഷനും ഇമ്പോർട്ടൻ്റ് ആണ്, മാറിപ്പോവാനും ചാൻസ് ഉണ്ട്.